നമ്മൾ കേരളത്തിന് പുറത്തൊക്കെ മാറി താമസിക്കുമ്പോൾ കർണാടകയിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ തമിഴ്നാട് ആയിക്കോട്ടെ ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ, ഒന്നാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഫുഡിന്റെ കാര്യങ്ങൾ. ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും വീട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ. അതേപോലെ ക്ലൈമറ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു കുട്ടീനെ പഠനത്തിന് ബാധിക്കും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിന് മുഷിപ്പൂർ അല്ലെങ്കിൽ കേരള ഫുഡൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ്? നമുക്ക് എന്താന്ന് വെച്ചാൽ ഒട്ടുമിക്ക കോളേജുകളിലും കേരള ഫുഡ് അവൈലബിൾ ആണെന്ന് എല്ലാവരും പറയുകയാണെങ്കിലും ഒരു കോളേജിലും കേരള ഫുഡ് അവൈലബിൾ അല്ല. കേരള ഫുഡ് അവൈലബിൾ അല്ല. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഒരു ഫുഡ് ഒരു കുട്ടിക്ക് എന്ത് കാരണവശാലും ഒരു കോളേജിലേക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മളിവിടെ കഴിക്കുന്ന പോലെയുള്ള കുറെ ഭക്ഷണം കിട്ടൂല. കാരണം നമ്മള് ഇപ്പൊ കേരളത്തിൽ മലപ്പുറത്ത് കിട്ടുന്ന ഒരു ഫുഡാണോ നമ്മള് എറണാകുളം സൈഡിൽ പോയാല് ആ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടൂല. ഡിഫറെന്റ് ആണ്. അപ്പൊ എന്തായാലും നമ്മൾ കേരളത്തിലുള്ള ഒരു ഫുഡ് ആ ഒരു ടേസ്റ്റ് എന്തായാലും തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ കർണാടകയിലോ കിട്ടൂല. അവരുടേതായിട്ടുള്ള ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഒരിക്കലും ഒരു കുട്ടിക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 6 months ആവും. ഞാൻ എല്ലാ പാരന്റ്സിനോടും കുട്ടികളോടും പറയുന്നതാണ്, ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് ഏത് കോളേജ് ആണെങ്കിലും, എത്ര വലിയ നമ്മൾ ഹോസ്റ്റലിലും ഫുഡിനും ഫീസ് കൊടുക്കുന്ന കോളേജ് ആണെങ്കിലും ഫുഡിന്റെ കാര്യത്തിൽ എന്തായാലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ എല്ലാ കുട്ടികളോടും തീർച്ചയായിട്ടും പറയുന്നതാണ്.